ഹായ് ഫ്രണ്ട്സ്, SCERT സോഷ്യൽ സയൻസ് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസിദ്ധ ഭാഗങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യമാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ 389 അംഗങ്ങൾ ഉണ്ടായിരുന്ന സഭ 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായി പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരന്മാർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങളായ രാഷ്ട്രനയത്തിൻ്റെയും നിർദ്ദേശ തത്വങ്ങളെയും ഇവയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവകാശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സെമിനാറിൽ പങ്കെടുത്ത ശേഷം കുട്ടികൾ ടീച്ചറോട് സംസാരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്ര നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ്. വ്യക്തികൾക്ക് അവകാശങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അതിനായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യൻ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങളേതുമില്ലാതെ അന്തസ്സുറ്റയും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായ മനുഷ്യൻ്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളെ കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തെ പൗരന്മാരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായ ചില അടിസ്ഥാന അവകാശങ്ങളുമുണ്ട്. മാഗ്ന കാർട്ട ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. വലിയ പ്രമാണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിന് അധീനരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണിത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവയ്പ്പിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും അത് പിന്നീട് അടിസ്ഥാനമായി മാറി. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശരേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. ഇനി അമേരിക്കൻ അവകാശ പത്രിക. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയെ പരാമർശിച്ചിരിക്കുന്ന അവകാശരേഖയാണ് അമേരിക്കൻ അവകാശ പത്രിക എന്നാണ് 1789 അമേരിക്കൻ ഭരണഘടനയെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നു. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണ് 1789 ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ പൗരന്മാർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലിക അവകാശം. ഇന്ത്യൻ ഭരണഘടനയെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് അതിൽ പ്രധാനം. സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എന്നിവ ഭരണഘടനയെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ച മറ്റു ഘടകങ്ങളാണ്.
ഭരണഘടനാ ദിനം നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ഈ ദിനം ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ലാണ് മൗലികാവകാശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മൗലികാവകാശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത് ഭരണഘടനയുടെ 3-ലാണ്, ഭാഗം 3-ലാണ്. സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഉറപ്പുവരുത്തുന്നത് ഭരണഘടനയാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സമത്വത്തിനുള്ള അവകാശം. നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും നിയമത്തിനു മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളാണ് സമത്വത്തിനുള്ള അവകാശം. ഈ അവകാശം പ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. ഇതോടൊപ്പം ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, സ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനവും ഉറപ്പുവരുത്തുന്നു. പൊതുജോലികളിലെ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ഈ അവകാശപ്രകാരം ഉറപ്പുവരുത്തുന്നു. അടുത്തത് സമത്വത്തിനുള്ള അവകാശം കഴിഞ്ഞ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ദീർഘകാലം പ്രാദേശിക ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത്. ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദം ഇത് പ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും യുക്തിസഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നു. അനുച്ഛേദം 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ താഴെ പറയുന്നവയാണ്. അപ്പോൾ അനുച്ഛേദം 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സമാധാനമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇവ കൂടാതെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഇനി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരം വിദ്യാഭ്യാസ മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചു. 2010 ഏപ്രിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി. അപ്പം വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് 2002 86-ാം ഭരണഘടനാ ഭേദഗതിയുടെ അനുച്ഛേദം 21 പ്രകാരമാണ് വിദ്യാഭ്യാസ മൗലിക അവകാശമായത്. 2010 ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഈ നിയമപ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി. അടുത്ത ചൂഷണത്തിനെതിരായ അവകാശമാണ്. നമ്മുടെ രാജ്യത്ത് പല വിഭാഗങ്ങളും ജനങ്ങളും മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സാമൂഹ്യ സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 23 എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അനുച്ഛേദം 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്നു. അപ്പോൾ അനുച്ഛേദം 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്നു. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നു. ഈ അവകാശം അവരവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ഉറപ്പു നൽകുന്നു. ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വൈവിധ്യത്തിൻ്റെ സവിശേഷതയാണ്. രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെ
രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഇതുപ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷയിലൊന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മേൽപ്പറഞ്ഞ മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്കും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിക്കും സമീപിക്കാവുന്നതാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകളിലൂടെയാണ് മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്. മൗലികാവകാശം സംരക്ഷിക്കുന്നതിനാൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന അവകാശമാണ് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപര പരിഹാരങ്ങൾക്കുള്ള അവകാശം. അതിൽ സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ, ചൂഷണത്തിനെതിരായ അവകാശം 23, 24, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25, 28, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം 29, 30, ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം അനുച്ഛേദം 32. റിട്ടുകൾ പലവിധ. ഹേബിയസ് കോർപ്പസ് അന്യായമായി തടങ്കൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. മാൻഡമസ് ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. പ്രൊഹിബിഷൻ തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവാണ് പ്രൊഹിബിഷൻ. കോപ്പ് വാറന്റോ ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോപ്പ് വാറന്റോ. സെർഷ്യോററി ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് സെർഷ്യോററി. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങൾ. അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹ്യ സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്രനയ നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തുന്നതുകൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഭരണഘടനയുടെ ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് നിർദ്ദേശ തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഇവ. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക, സാമൂഹ്യ, വിദ്യാഭ്യാസ, അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത്. രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളെ ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. അപ്പോൾ രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളെ ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. ഉദാര ആശയങ്ങൾ എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, പൗരന്മാർക്ക് ഏകരൂപമായ നിയമസംഹിത, തുല്യനീതിയും സൗജന്യ നിയമസഹായവും, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസ വ്യവസ്ഥയും ചെയ്യൽ, പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം, വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, നീതിപൂർവവും മനുഷ്യവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. ഗാന്ധിയൻ ആശയങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിവ്യവസായങ്ങൾ പരിപോഷിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും, ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരവുമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. മൗലിക അവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും വ്യത്യാസങ്ങളും.
ഇന്ത്യൻ ഭരണഘടനയെ പ്രതിപാദിക്കുന്ന മൗലികാവകാശങ്ങളും രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളും പരസ്പരം പൂരകങ്ങളാണ്. മൗലികാവകാശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുമ്പോൾ നിർദ്ദേശ തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നു. മൗലികാവകാശങ്ങൾ പ്രധാനമായും വ്യക്തിയുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. എന്നാൽ നിർദ്ദേശ തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാൻ സാധിക്കും. നിർദ്ദേശ തത്വങ്ങൾ ലംഘിക്കപ്പെട്ട കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനായി സങ്കീർണമായ നടപടികൾ ആവശ്യമാണ്. നിർദ്ദേശ തത്വങ്ങളുടെ ഭേദഗതി നടപടികൾ താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതുമാണ്. ജനാധിപത്യ പ്രക്രിയയെ മൗലികാവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശ തത്വങ്ങൾ സാമൂഹ്യ സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. ഇനി നിർദ്ദേശ തത്വങ്ങൾ പ്രയോഗത്തിൽ സാമൂഹ്യ സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളായി ഭരണഘടനയെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ആവശ്യാനുസരണം ഈ നിർദ്ദേശങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് 1993 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഉദാര ആശയമായ സൗജന്യ വിദ്യാഭ്യാസമാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം ഉദാര ആശയത്തിൻ്റെ പ്രതിഫലനമാണ്. 1976 തുല്യവേതന നിയമം സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായി നടപ്പിലാക്കിയതാണ്. മൗലികാവകാശങ്ങൾ കോടതി വഴി പുനഃസ്ഥാപിക്കാൻ കഴിയും. നിർദ്ദേശ തത്വങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. മൗലിക കർത്തവ്യങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ടത് ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ്. ആര് പറഞ്ഞതാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടാകണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചത്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. പൗരൻ പാലിക്കേണ്ടതായ ചില കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. അപ്പം പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. കമ്മിറ്റിയുടെ നിർദ്ദേശം പരിഗണിച്ച് 1976 42 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഇത് പ്രകാരം 51A എന്ന അനുച്ഛേദത്തിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത്. Okay friends.